ഹായ് അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ രാവിലെയുള്ള കിച്ചൺ ക്ലീനിങ്ങും വീടെല്ലാം മൊത്തത്തിൽ അങ്ങനെ ക്ലീൻ ആക്കലും ഒക്കെ കഴിഞ്ഞിരിക്കണം കേട്ടോ. പിന്നെ ഇന്നിപ്പോൾ ഇന്നലെ ഞാൻ ലിവിങ് റൂമിൻ്റെ ഈ ഒരു സോഫൻ്റെ ഭാഗം മൊത്തത്തിൽ ജനലും ഒക്കെ ഡീപ്പ് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സോഫയും അതിൻ്റെ അടിയിലും ഒക്കെ പൊടിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇന്നിപ്പോൾ ഈ ഒരു ഭാഗമാണ് കേട്ടോ ക്ലീൻ ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ മൊത്തത്തിൽ അങ്ങനെ ക്ലീൻ ചെയ്യാതെ എന്നാലും ആ ഒരു ഭാഗം മാത്രം ക്ലീൻ ചെയ്തിട്ട് ഇന്ന് ഈ ഒരു ഭാഗം ക്ലീൻ ചെയ്യാമെന്നാട്ടോ വിചാരിക്കണത്. അപ്പോൾ അതിൻ്റെ മുകളിലുള്ള പ്ലാന്റ്സും കാര്യങ്ങളും അതൊക്കെ ഒന്ന് മാറ്റി വെക്കുകയാണ്. അങ്ങനെ ലിവിങ് റൂമിൻ്റെ മൊത്തത്തിലുള്ള ക്ലീനിങ് കഴിഞ്ഞിട്ടോ, മൊത്തം ഡീപ്പ് ക്ലീൻ ചെയ്തു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ കോട്ടയാടിലാണ് കേട്ടോ. കോട്ടയാടിൽ പിന്നെ മഴയൊക്കെ പെയ്യുമ്പോൾ ചെടികൾ കാണാൻ പ്രത്യേക ഒരു ഭംഗിയാണല്ലേ, നല്ല അതിൻ്റെ ആ ഒരു ഒറിജിനൽ കളറും കാര്യങ്ങളൊക്കെ വന്നിട്ട്. പിന്നെ ഈ ഒരു മണി പ്ലാന്റിൻ്റെ മുകളിൽ ഒരു കുഞ്ഞു കിളി കൂട് കൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ കിളി എന്തോ കൂടൊക്കെ കൂട്ടി പിന്നെ അതിലേക്ക് വന്നില്ല, മുട്ടൊക്കെ ഇടുമെന്നാണ് വിചാരിച്ചത്. മക്കൾ കൈ കൊണ്ട് തൊടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണോ എന്താണെന്നറിയില്ല. പിന്നെ കിളി കൂട്ടിക്ക് പിന്നെ വന്നില്ല. അപ്പോൾ ആ കിളിക്കൂട് ഇങ്ങനെ കണ്ടപ്പോൾ ഒരു ഭംഗി, അപ്പോൾ അത് എടുത്തിട്ടില്ല കേട്ടോ, അത് അവിടെ തന്നെ വെച്ചു. ഇനിയിപ്പോൾ ലഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കിച്ചണിൽ പോവാണ് കേട്ടോ. കിച്ചൺ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കണ്. അപ്പോൾ ഇന്നിപ്പോൾ കുമ്പളം കൊണ്ട് പച്ചടി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ മീൻ മുളക് ഇട്ടത് ഉണ്ട്. അപ്പോൾ മീൻ ഫ്രൈ ചെയ്യാനും പിന്നെ ഉപ്പേരിയായിട്ട് കുമ്പളം കൊണ്ടുള്ള പച്ചടിയാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ ആ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കട്ടെ. ഉപ്പേരിയൊക്കെ ആയി, മീനും ഫ്രൈ ചെയ്ത് വെച്ചിരിക്കണ്. അപ്പോൾ ഇന്നലെ രാത്രി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് അയില ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അച്ചാറിടാന്ന് വിചാരിച്ചിട്ട് അത് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഉലുവയും കടുകും കരിവേപ്പിലൊക്കെ പൊട്ടിച്ചിട്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് കാന്താരി മുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും നല്ലോണം ഒന്ന് വഴറ്റിയിട്ട് പിന്നെ ആവശ്യത്തിന് അച്ചാറിൻ്റെ പൊടിയും കൂടി ചേർത്തിട്ട് അതും ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള അയില മുള്ളൊക്കെ കളഞ്ഞിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും അതിലേക്ക് ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ അയിലച്ചാർ ഇടുമെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു, എന്നാലും മത്തി കൊണ്ടുള്ള അച്ചാറൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ അയിലുകൊണ്ട് അച്ചാർ. പിന്നെ പൊടികളൊക്കെ മൂത്ത് വന്നപ്പോൾ ആവശ്യത്തിന് സുർക്കയും കൂടി ഒഴിച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിക്കണ്. പിന്നെ ഉപ്പും കൂടി ചേർത്തിട്ട് ഇനിയിപ്പോൾ അതവിടെ മൂടിയൊക്കെ അത് നല്ലോണം തണുത്തതിന് ശേഷം നമുക്ക് കുപ്പിയിലാക്കാം. അപ്പോൾ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യമായിട്ടാണ് അയിലുകൊണ്ട് അച്ചാർ ഇടുന്നത്. അങ്ങനെ ഉച്ചക്കത്തെ ലഞ്ചും കാര്യങ്ങളൊക്കെ ആയി, പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞിക്കണ്. പിന്നെ വൈകുന്നേരമാണ്. അപ്പം ഇന്ന് ചായക്ക് കടിയായിട്ട് വെജിറ്റബിൾ കട്ട്ലേറ്റ് ആണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ചായയും കാര്യങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കുകയാണ്. മക്കൾ സ്കൂളൊക്കെ വിട്ട് വന്നിരിക്കണം, അപ്പോൾ അവർക്ക് ചായയും കാര്യങ്ങളൊക്കെ ഒന്ന് കൊടുക്കുകയാണ് കേട്ടോ.
അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്തെങ്കിലും കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.